നമസ്കാരം ട്രേഡേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും നല്ല ട്രേഡ് ഏതാണെന്ന് നമ്മൾ നോക്കണേ. അപ്പോൾ അതിൽ ഇന്ന് ഏറ്റവും നല്ല ട്രേഡ് വന്നത് സെൻസെക്സിലാണ്. സെൻസെക്സിൽ വെക്കുമ്പോൾ ഇപ്പോൾ കണ്ടോ 1 2 3 ഇതിലേക്ക് ഈ ഒരു തേർഡ് ടച്ചാണ്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് മൊമെൻറ്റം വന്നത്. ഇവിടെയാണ് ഒരു നല്ല ട്രേഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1 ഡേ ചാർട്ട് ഇട്ട് നോക്കുമ്പോൾ കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ആയിരുന്നു. അത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോയതാണ്. ഇപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡേ ചാർട്ട് ഇടുമ്പോൾ ഇതൊരു ഗ്യാപ്പായിരുന്നു. ഈ ഒരു ഗ്യാപ്പും അതാണ് ഇന്ന് ഫില്ല് ചെയ്തത് 5 മിനിറ്റ്സ് ഇടുമ്പോൾ. അപ്പോൾ നല്ല ട്രെൻഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് മാർക്കറ്റ് അപ് ട്രെൻഡ് കാണിച്ചു. അതിന് വീണ്ടും ആ ലെവൽ റെസിസ്റ്റൻസ് കിട്ടി. വീണ്ടും നല്ല മൊമെൻ്റ്. ഇവിടെയൊക്കെ സെല്ല് ചെയ്ത ആൾക്കാരുണ്ട്. ആ സെല്ല് ചെയ്ത ആൾക്കാർ സ്റ്റോപ്സൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. മാർക്കറ്റ് അവിടെ തന്നെ നിന്നിട്ട് ആ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഒരു നല്ല ട്രേഡ് ഉള്ളത്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും താഴേക്ക് സൈഡ് വേസ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴേക്ക് വീണിട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ട്രേഡാണ്. അപ്പോൾ ഇത് ഈ ഒരു ലെവൽ കിടക്കുമ്പോഴാണ് നല്ല ട്രേഡ്. അപ്പോൾ സെൻസസിലായിരുന്നു ഏറ്റവും ബെസ്റ്റ് ട്രേഡ്. പിന്നെ പറയാനുള്ള അത്ര നല്ല ട്രേഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായത് ലൈക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള ട്രേഡാണ്. അത് ഏകദേശം 3 മണി കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ചെയ്തത്. ഇനി നിഫ്റ്റിയിൽ നോക്കുമ്പോൾ ലൈക്ക് ആ സാധനം തന്നെയാണ്, പക്ഷേ ഇതിൽ അത്ര നല്ലതല്ല. അപ്പോൾ ഇങ്ങനെ ലൈക്ക് ഏറ്റവും നല്ല സെൻസെക്സിൽ തന്നെയാണ് ഉണ്ടാവും. അപ്പോൾ നല്ല ട്രേഡ് സെൻസെക്സിലാണ് ഉള്ളത്. ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കുമ്പോഴും ലൈക്ക് ഈ ഒരു ലെവൽ കിടക്കുമ്പോൾ ഒരു നല്ല ട്രേഡായിരുന്നു. അത് പക്ഷേ 3 മണി കഴിഞ്ഞിട്ട് 3:15 കഴിഞ്ഞിട്ടാണ് ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ആ ട്രേഡ് വന്നത്. ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുകയാണെങ്കിലും ലൈക്ക് സെയിം തന്നെ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. 1 2 തേർഡ് ടൈം അവിടെ നിന്നു. തേർഡ് ടൈമാണ് ബ്രേക്ക് ചെയ്തത്. ആ ബ്രേക്ക് ചെയ്തപ്പോഴാണ് മൊമെൻ്റ് ഉണ്ടായത്. ഇത് അത്ര ഗുഡാന്ന് ഞാൻ പറയില്ല. ഗ്യാപ്പ് ഉള്ളത് ഗ്യാപ്പ് ഫില്ല് ചെയ്തത് സെൻസസിലാണ്. നിഫ്റ്റിയിലൊന്നും ഗ്യാപ്പില്ല. ഇനി നാളത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ലെവലിൽ ഉണ്ട്. ഇപ്പം കുറേ പ്രാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ ചാർട്ടിൽ. നമുക്കിത് ഈ ലെവല് നാളെ മേ ബി ഇപ്പോൾ 2 ദിവസമായിട്ട് അപ് ട്രെൻഡ് തന്നെയാണ്. മേ ബി നാളെ ഒരു സൈഡ് വേസ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മേ ബി ഈ ഒരു നോൺ ട്രേഡ് സോണാണ്. ഇത് ബ്രേക്ക് ചെയ്താലും മേ ബി റെസിസ്റ്റൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ബ്രേക്ക് ആവണമെങ്കിൽ മുകളിലേക്ക് നോക്കാം. കാരണം ഓൾറെഡി ഇത്ര സ്ട്രെച്ച് മൂവ് ചെയ്തു. കഴിഞ്ഞ് കുറച്ച് സൈഡ് വേസ് പോയിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് മുകളിലേക്ക് താഴേക്ക് വരാം. ഇപ്പോൾ ഇത് റിട്രേസ്മെൻ്റ് ആണ്, ഫോളിൻ്റെ റിട്രേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ദിവസമൊക്കെ പറഞ്ഞിരുന്നു മാർക്കറ്റ് അപ് ട്രെൻഡ് സൈഡ് വേസ് അപ് ട്രെൻഡ് മുകളിലേക്ക് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് വന്നേക്കണത്. ഇപ്പം ബാങ്കിലും ഇപ്പം 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നല്ല ട്രേഡ് ഇന്നത്തെ ദിവസത്തെ പറയാനാണെങ്കിൽ ഇല്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം, പക്ഷെ അത് അത്ര നല്ല ട്രേഡൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതിലേക്ക് വരയ്ക്കാൻ പറ്റില്ല, അതാണ് വേറെ കാര്യം. നല്ല ട്രേഡ് തന്നെയാണ് ഉള്ളത്. ഫ്യൂച്ചർ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അതൊരു 4 ടച്ച് ഉണ്ട്. പക്ഷെ എനിക്ക് അത്രയും നല്ല ഗുഡ് ട്രേഡായിട്ട് ഞാൻ പറയണില്ല. 1 2 3 4th ടൈം ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇത് ഹൈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് നിൽക്കുന്ന നിർബന്ധമാണ്. ഇതിൻ്റെ ഹൈ കട്ട് ചെയ്യുമ്പോൾ കയറാം. സ്റ്റോപ്പ് ലോസ് താഴെ വയ്ക്കുക. ടാർഗറ്റ് ഇവിടം വരെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നാളത്തെ ബാങ്കിൽ വെക്കുമ്പോൾ ഇപ്പോൾ ബാങ്കിൽ നാളത്തെ വെക്കുമ്പോൾ ഇപ്പോൾ സെക്ഷൻ വെച്ച് ഇപ്പോൾ നാളെ എനിക്ക് എൻ്റെ ഒരു വ്യൂ ഇപ്പോൾ ഗ്യാപ്പ് അപ്പൊക്കെ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ സൈഡ് വേസ് താഴേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഫ്ലാറ്റ് ആയാലും ഈ ഒരു റേഞ്ചിൽ ട്രേഡ് എടുക്കാൻ പറയില്ല. സൈഡ് വേസ് തന്നെ ആയിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണേ. മാർക്കറ്റ് ഈ ഒരു ലോ കിടക്കണം. ലൈക്ക് നാളെ ഫസ്റ്റ് ടൈം കിടക്കാൻ എടുക്കരുത്. ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ വീണ്ടും ബ്രേക്ക് ആണെങ്കിൽ മാത്രം താഴേക്ക് ട്രേഡ് നോക്കാം. സെൻസസിലുണ്ടത് കണ്ട് ഈ 1 2 3 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ആൾമോസ്റ്റ് ആ ലെവലിൽ സപ്പോർട്ട് കിട്ടി. ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലാണ് നോ ട്രേഡ് സോൺ. മേ ബി നാളെ വീണ്ടും പോയി സപ്പോർട്ട് എടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ട്രേഡ് നമുക്ക് ഒന്ന് നോക്കാം. ഇനി ഡേ ചാർട്ട് ഇട്ട് നോക്കാം. കണ്ടോ ഇതിപ്പോൾ റിട്രേസ്മെൻ്റ് ആണ്. നിഫ്റ്റി വീണു, അതിൻ്റെ ഒന്ന് റിട്രേസ് ചെയ്തതാണ്. മേ ബി നാളെ ഞാൻ ഹ്യൂജ് ഗ്യാപ്പൊക്കെ ആണെങ്കിൽ സൈഡ് വേസ് റെഡ് ക്യാൻഡിലേക്കാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുക. സൈഡ് വേസിന് എക്സ്പെക്റ്റ് ചെയ്യുക. മുകളിലേക്കുള്ള ചാൻസസ് കുറവാണ്. ഇനി താഴെ കുറച്ച് റിട്രേസ്മെൻ്റ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിഫ്റ്റിയിലും ഇതിലൊന്നും ഗ്യാപ്പില്ല കേട്ടോ. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സെൻസസ് അത്
ചെയ്തു, കവർ ചെയ്തു, ഗ്യാപ്പ് ഫില്ല് ചെയ്തു. കണ്ടേ സെൻസസിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് പോയതുണ്ട്, ഫില്ല് ചെയ്തെടുത്തു. ഇനി മേ ബി ഇങ്ങനെ ഒറ്റയടിക്കാണ് പോയിക്കണം. മേ ബി നാളെ ഇവിടെ സൈഡ് വേസാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡേ ചാർട്ട് ഒരു സൈഡ് വേസ് റെഡ് അല്ലെങ്കിൽ ഡിസിഷൻ ലോജിക്കാനിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.